നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിതത്തിൽ വിജയിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്തരം വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു പുതിയ വർഷമായ 2025 ഒരു ഭാഗ്യവർഷമാക്കി മാറ്റാനുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയെന്ന നിലയ്ക്ക് ഈ വീഡിയോയിൽ നാം അവതരിപ്പിക്കുന്നത്. ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ പിന്നെ ആളുകൾ നമ്മൾ ചിന്തിക്കുന്നത് അതിനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു, ഇനി എന്നെ കൊണ്ട് എന്തൊക്കെ നടക്കാനാണ്, ഇനി ഒരു വിളി വന്നാൽ അങ്ങോട്ട് പോകുക, അതല്ലാതെ എൻ്റെ മുന്നിൽ മറ്റൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ വയസ്സ്, പ്രായം, ഏജ് എന്നൊക്കെ പറയുന്നത് അതൊരു ലിമിറ്റേ അല്ല. ജീവിതത്തിൽ വിജയിക്കാൻ സമൂഹത്തിന് പുതിയതായത് നമ്മളിലൂടെ സമർപ്പിക്കാൻ പ്രായം ഒരു തടസ്സമേ അല്ല എങ്കിൽ അതൊരു ബാരിക്കേഡേ അല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട 7 പോയിന്റുകളാണ് നാം ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ടൈം ലൈൻ ട്രാപ്പ്. അതായത് നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ടുവരുന്ന ഒന്നാണ്, 18 വയസ്സോട് കൂടി നിങ്ങൾ ജീവിതത്തിൽ എന്താകണമെന്ന ഒരു ലക്ഷ്യബോധം നിങ്ങൾക്ക് വരണം. 25-ാമത്തെ വയസ്സിൽ നിങ്ങൾ ഒരു സ്റ്റേബിൾ ആകണം, ജോലിയൊക്കെ കിട്ടി നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തണം. 40-ാമത്തെ വയസ്സിൽ നിങ്ങൾ സെറ്റിൽഡ് ആകണം. 60-65 വയസ്സോട് കൂടി നിങ്ങൾ റിട്ടയർഡ് ലൈഫിലേക്ക് ശാന്തമായി പിന്നീട് കഴിയണം എന്നൊക്കെ. ഇത് ആരുണ്ടാക്കിയതാണ് എന്ന് നമുക്കറിയില്ല. കേവലം ചെറുപ്പം തൊട്ടേ ആരോ പറഞ്ഞു വന്ന കാര്യമെന്നതിനപ്പുറത്ത് അതിൽ യാതൊരു അർത്ഥവുമില്ല. പൊട്ടയായ ഒരു ധാരണയാണ് അത്തരത്തിലുള്ള ചിന്തകൾ. അതൊരു ട്രാപ്പാണ്. ആ ട്രാപ്പിൽ കുടുങ്ങിക്കൊണ്ട് കുറെ ആളുകൾ ജീവിതം അങ്ങനെ തള്ളി നീക്കുന്നുണ്ട്. നല്ല ആരോഗ്യമുള്ള ആളുകളും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പൊട്ടൻഷ്യലുള്ള ആളുകൾ പോലും ഒരു 65 വയസ്സിന് ശേഷം എല്ലാം അവസാനിപ്പിച്ച് ഇനി എന്നെ കൊണ്ടൊന്നും ഈ നാടിന് വേണ്ടിയോ എനിക്ക് വേണ്ടിയോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അവരുടെ അനുഭവങ്ങളെ മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആക്കാൻ കഴിയുന്ന രീതിയിൽ, അവരുടെ അനുഭവങ്ങളെ മറ്റുള്ളവർക്ക് പാഠമാക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ള ഒരുപാട് ആളുകൾ വീട്ടിൽ ചടഞ്ഞു കൂടിയിരിക്കുന്നുണ്ട്. എന്നാൽ ഇതൊരു ട്രാപ്പാണ്. നേരെ മറിച്ച് നമ്മൾ പറയാറുണ്ട്, 18 വയസ്സുള്ള ഒരാൾ ഒന്നിനിറങ്ങുമ്പോൾ അവനെയൊന്നും അത്ര സീരിയസ് ആയി നമ്മൾ എടുക്കില്ല. അവൻ കുട്ടിയല്ലേ, അവൻ ചെറുപ്പക്കാരനല്ലേ, അവന്റെ ചാമ്പല്യമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തും. ഒരു 40 വയസ്സാവുന്നതോടുകൂടി അത് ഏജ് ഓവറായി, ഇനിയൊന്നും പുതിയതായിട്ടൊന്നും തുടങ്ങേണ്ടപ്പോൾ ഉള്ളത് അങ്ങനെ മുന്നോട്ട് പോയാൽ മതി എന്ന രീതിയിൽ ചിന്തിക്കുന്നവർ 65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേ ഇറങ്ങാതെ അവിടെ ചടഞ്ഞു കൂടുന്ന തരത്തിൽ അതൊരു ട്രാപ്പാണ്. ആ ട്രാപ്പിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിത ലക്ഷ്യം, നമ്മുടെ ജീവിതം കൊണ്ട്, ജന്മം കൊണ്ട് എന്താണോ ഈ സമൂഹത്തിന് ലഭിക്കേണ്ടത് അത് നൽകാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഏജ് ഈസ് നോട്ട് എ ലിമിറ്റേഷൻ, ഇറ്റ് ഈസ് എ അഡ്വാൻറ്റേജ്. പ്രായം എന്നത്, വയസ്സ് എന്നത് ഒരു ലിമിറ്റേഷൻ അല്ല, പക്ഷേ അതൊരു അവസരമാണ്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഓരോ പ്രായത്തിലും അതിൻ്റെതായ വിലകളുണ്ട്. ഇപ്പോൾ ചെറുപ്പകാലമാണെങ്കിൽ നല്ല എനർജറ്റിക് ആയിരിക്കും, പുതിയ കാര്യങ്ങളെ ചടുലതയോടുകൂടി ചെയ്യാൻ കഴിയും. പ്രായമായി കഴിഞ്ഞാൽ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ്, ജീവിതാനുഭവങ്ങൾ, ആ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, ആ അനുഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ഒരുപാട് കാഴ്ചപ്പാടുകളുള്ള ആളുകളാവും ഒരു പ്രത്യേക പ്രായമെത്തിയാൽ അവരുടെ ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ, അവരുടെ ജീവിതത്തിലെ പരാജയങ്ങളിൽ നിന്ന്, അവരുടെ ജീവിതത്തിലെ വിജയങ്ങളിൽ നിന്ന്, അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു പ്രത്യേക തരത്തിലുള്ള കാഴ്ചപ്പാട് അവർക്കുണ്ടാകും. ആ കാഴ്ചപ്പാടനുസരിച്ച് അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ സമൂഹത്തിനും അവർക്കും അവരുടെ കുടുംബത്തിനുമൊക്കെ വളരെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ നമ്മൾ അതൊന്നും മനസ്സിലാക്കാതെ ആരോ പറഞ്ഞു വെച്ച ആ പ്രായമായാൽ പിന്നെ അതിനൊന്നും പുതുതായിട്ടൊന്നും തുടങ്ങാൻ കഴിയില്ല എന്ന അർത്ഥത്തിൽ നാം മാറി നിൽക്കാനാണ് പതിവ്. പക്ഷെ നമ്മൾ അങ്ങനെ മാറി നിൽക്കരുത്. ലോകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത, ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ആളുകളൊക്കെ അവരുടെ ഏറ്റവും പ്രായമായ അവസ്ഥയിലാണ് അവരത് ചെയ്തിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. മൂന്നാമതായി നാം മുന്നോട്ട് വെക്കുന്ന പോയിന്റ്, റിയൽ ലൈഫ് പ്രൂഫ് ദാറ്റ് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. വയസ്സ് എന്നത് നാം ഈ ഭൂലോകത്ത് ഇത്ര നാൾ ജീവിച്ചു എന്ന് തെളിയിക്കുന്ന കേവലം ചില അടയാളപ്പെടുത്തലുകളും നമ്പറുകളുമാണ് എന്ന് തെളിയിക്കുന്ന ഒട്ടനവധി ജീവിത യാഥാർത്ഥ്യങ്ങളെയാണ് നാം ഈ മൂന്നാമത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, കെൻഡക്കി ചിക്കൻ KFCയുടെ ഫൗണ്ടറായ കൊളോണൽ സാൻഡേഴ്സ്, അദ്ദേഹം ഈ KFC എന്ന ബ്രാൻഡ് തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ 62-ാമത്തെ വയസ്സിലാണ്. ഇത് 62 വയസ്സ് വരെ വളരെ പാവപ്പെട്ട, വളരെ കഷ്ടത അനുഭവിച്ച് ജീവിച്ചിരുന്ന ഒരാൾ 62-ാം വയസ്സിൽ ആ KFC എന്ന ബ്രാൻഡ് ഇന്ന് ലോകോത്തര ബ്രാൻഡുകളിൽ ഒന്നാണ്.
62 വയസ്സാണ് എങ്കിൽ പ്രായത്തിൽ ഏറ്റവും ചുരുങ്ങിയ 17ാമത്തെ വയസ്സിൽ നൊബേൽ സമ്മാനം ലഭിച്ച മലാല യൂസഫ്സായിയെ നമുക്കറിയാം. 17 വയസ്സെന്നൊക്കെ പറയുന്നത് കുട്ടികൾ പരീക്ഷ എഴുതാൻ പോലും ഭയപ്പെടുന്ന, അതിനെപ്പോലും പേടിച്ച് പിന്നോട്ട് നിൽക്കുന്ന ഒരു പ്രായത്തിൽ നൊബേൽ സമ്മാനം നേടി ചരിത്രം കുറിച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ആ മലാല യൂസഫ്സായി നമ്മെ പഠിപ്പിക്കുന്നത് പ്രായം ഒന്നിനും ഒരു മാനദണ്ഡമല്ല എന്നാണ്. ലോകത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു മാർവൽ കോമിക്സ് കഥാപാത്രമാണ് സൂപ്പർമാൻ. സൂപ്പർമാനെ പോലെയുള്ള ഒട്ടനവധി കോമിക് കഥാപാത്രങ്ങളുടെ ക്രിയേറ്റർ ആയിട്ടുള്ള സാൻ ലീ, അദ്ദേഹം തൻ്റെ ഈ ക്രിയേഷനുകളെല്ലാം നടത്തുന്നത് 60 വയസ്സിനോട് അടുത്ത് നിൽക്കുന്ന സമയത്താണ്. അതുപോലെ നമുക്കറിയാം സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന നെൽസൺ മണ്ടേല, അദ്ദേഹം തൻ്റെ 27 വർഷം ജയിലിലായിരുന്നു അദ്ദേഹത്തിന്റെ കാലം കഴിച്ചു കൂട്ടിയത്. തൻ്റെ ഫാമിലിയെ പിരിഞ്ഞ്, തൻ്റെ സ്വപ്നങ്ങളെ പിരിഞ്ഞ്, എല്ലാറ്റിനെയും പിരിഞ്ഞുകൊണ്ട് എല്ലാറ്റിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒരു ജയിലിൽ കഴിഞ്ഞിരുന്ന അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അദ്ദേഹം ഒരു വിഷനോട് കൂടി മുന്നോട്ട് പോയപ്പോൾ തൻ്റെ 75ാമത്തെ വയസ്സിൽ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റായി. അമേരിക്കയിലെ ഫോൾക്ക് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഗ്രാൻഡ്മാ മോസസ് തന്റെ 78ാമത്തെ വയസ്സിലാണ് പെയിന്റിംഗ് ബ്രഷ് തൊടുന്നത്. അങ്ങനെ അവർ വരച്ച ചിത്രങ്ങൾക്ക് മില്യൺ കണക്കിന് ഡോളറുകൾക്കാണ് വിറ്റുപോയത്. നാം വളരെ പ്രായം ചെന്ന ആളുകളെന്ന് വിലയിരുത്തുന്ന, വയസ്സന്മാരെന്ന് പറഞ്ഞ് നാം മാറ്റി നിർത്തുന്ന, ഒന്നിനും കഴിയില്ല ഇനി കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന പ്രായമെന്ന് നാം കരുതുന്ന ആ പ്രായത്തിലാണ് ഇത്തരം ആളുകൾ ഈ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചത്. അവർ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നതൊക്കെ അവരുടെ ജീവിതത്തിന്റെ സായാഹ്നമെന്ന് നാം വിലയിരുത്തുന്ന പ്രായം ചെന്ന ആ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്ക്യൂസായി നാം നമുക്ക് എവിടെയും എത്താൻ കഴിയാത്തതിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ ആയിക്കൊണ്ട് നാം ഒരിക്കലും പ്രായമായില്ലേ ഇനി എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല എന്ന് കരുതരുത്. ഈ പറഞ്ഞതുപോലെ എണ്ണിയാൽ ഒതുങ്ങാത്ത കുറെ കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ പരിശോധിച്ചാൽ അറിയാം. എനിക്ക് തന്നെ പരിചയമുള്ള എൻ്റെ ഈ പബ്ലിക് റിലേഷൻ മാർക്കറ്റിംഗ് രംഗത്തെ ഗുരുതുല്യനായിട്ടുള്ള ഒരു വ്യക്തി, മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിക്കടുത്തുള്ള ഒരു വ്യക്തി. അദ്ദേഹം ഒരുപാട് മേഖലയിൽ പ്രവർത്തിച്ച് പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്ന് തൻ്റെ 84-85 വയസ്സിലും ചുറുചുറുക്കോടുകൂടി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് രംഗത്ത് ഒരുപാട് ആളുകൾക്ക് ഉയർച്ചകൾ സമ്മാനിക്കുന്ന രീതിയിൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കും. അദ്ദേഹത്തിന്റെ പേര് MV കോയക്കുട്ടി എന്നാണ്. അദ്ദേഹം നമ്മൾ ചെറുപ്പക്കാരിൽ നിന്ന് കാണുന്ന ഊർജത്തെക്കാൾ കൂടുതൽ എനർജിയിലും ഉത്സാഹത്തോടും കൂടി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏജ് ഈസ് നോട്ട് എ ലിമിറ്റ്. അനുഭവ പാഠങ്ങളുമൊക്കെയുള്ള ആ പ്രായം എന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ് എന്ന്. നാലാമതായി വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം ഫിയർ ഓഫ് സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ ഏത് പ്രായത്തിലായാലും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 18ാമത്തെ വയസ്സിൽ നാം തുടങ്ങുമ്പോൾ ആളുകൾ എന്നെ സീരിയസ് ആയി കാണുമോ, ഞാൻ ചെറുപ്പമല്ല എന്നെ പരിഗണിക്കുമോ എന്ന കാര്യം വെച്ചുകൊണ്ട് നമ്മൾ തുടങ്ങാതിരിക്കും. പ്രായം ചെന്നു കഴിഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്നെ ആളുകൾ എങ്ങനെയാണ് കാണുക, പുതുതായി ഞാൻ എന്തെങ്കിലും ചെയ്താൽ ആളുകൾ എന്നെ പരിഹസിക്കില്ലേ, കളിയാക്കില്ലേ, എന്നെ നോക്കി ചിരിക്കില്ലേ എന്നൊക്കെ കരുതിക്കൊണ്ട് നമ്മൾ അത് തുടങ്ങാൻ ഒരു പ്രയാസമുണ്ട്. അതുകൊണ്ട് കണ്ണടച്ച് നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് നിങ്ങളുടെ സ്വപ്നം. അതിന് ഈ നിമിഷം മുതൽ പ്രവർത്തിച്ചു തുടങ്ങുക. ഇന്നു തന്നെ നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുക. പ്രായമോ നിങ്ങളുടെ സാഹചര്യങ്ങളോ നിങ്ങളുടെ പശ്ചാത്തലങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനും അത് അച്ചീവ് ചെയ്യാനും തടസ്സമല്ല എന്ന് മനസ്സിലാക്കുക. അഞ്ചാമതായി നാം ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ടു ഹാർനസ് ഏജ് ഫോർ ഗ്രേറ്റ്നെസ്. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി, മഹത്വമായ കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രായത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നാണ് നാം ആലോചിക്കേണ്ടത്. ഈ പ്രായം വരെ നമ്മൾ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വന്നു, ഒരുപാട് കാര്യങ്ങൾ നാം ചെയ്തു, നമുക്കൊരുപാട് ഫീഡ്ബാക്കുകൾ കിട്ടി. ഇന്ന റൂട്ടിലൂടെ പോയാൽ ഇന്ന സ്ഥലത്തെത്തുമെന്ന് കൃത്യമായി നാം ഈ കാലത്തോളം ജീവിച്ചപ്പോൾ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കി. ആ അനുഭവ പാഠത്തെ മറ്റുള്ളവർക്ക്
ഇൻസ്പിറേഷൻ നൽകാൻ, മോട്ടിവേഷൻ നൽകാനും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അതിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കുക. ഒരുപാട് അനുഭവമുള്ളവരാണ് ഈ പ്രായം ചെന്ന ആളുകൾ എന്ന് പറയുന്നത്, പക്വതയെത്തിയ ആളുകൾ. നമ്മുടെ പക്വതയും നമ്മുടെ അനുഭവവുമെല്ലാം പുതിയ പുതിയ വലിയ മഹത്വരമായ കാര്യങ്ങൾ ചെയ്യാൻ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് നാം ആലോചിക്കുക. ആറാമത്തെ പോയിന്റായി നാം പറയുന്നത് ദ കോസ്റ്റ് ഓഫ് വെയിറ്റിംഗ്. നമ്മൾ ഇത്ര കാലം വെയിറ്റ് ചെയ്തതിന്റെ ഫലം എന്തായിരുന്നു? എന്തെല്ലാം കാര്യങ്ങളുടെ പേരിൽ നാം കാര്യങ്ങൾ മാറ്റിവെച്ചു. നമുക്ക് എത്ര സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, നമുക്ക് എത്ര ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു, നമുക്കെന്തെല്ലാം കാര്യങ്ങളായിരുന്നു അച്ചീവ് ചെയ്യണമെന്ന് നാം ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ നല്ല ഒരു സമയം വരട്ടെ എന്ന് കരുതി, നല്ല ഒരു അവസരം വരട്ടെ എന്ന് കരുതി അതെല്ലാം മാറ്റിവെച്ചു. അതെല്ലാം നമുക്ക് ലഭിക്കാതെ, അച്ചീവ് ചെയ്യാൻ കഴിയാതെ എത്രയെത്ര സ്വപ്നങ്ങളാണ് നാം ബാക്കിൽ മാറ്റിവെച്ചത്. നല്ല സമയം എന്ന് പറയുന്നത് ഒരു മിത്താണ്. അങ്ങനെ ഒന്നുമില്ല. ഏത് സമയത്താണോ നാം നല്ല രീതിയിൽ ആക്ഷൻ എടുക്കുന്നത്, പ്രവർത്തിച്ചു തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്, അതാണ് നല്ല സമയം. അല്ലാതെ ഒരുപാട് കണക്ക് കൂട്ടൽ കൊണ്ടും പ്രതീക്ഷ കൊണ്ടും നാം നാളെ എന്ന് പറഞ്ഞ് നല്ല സമയം വരട്ടെ എന്ന് കരുതി, എൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടട്ടെ എന്ന് കരുതി, എൻ്റെ വിദ്യാഭ്യാസ സ്ഥിതി മെച്ചപ്പെടട്ടെ എന്ന് കരുതി, എൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടട്ടെ എന്ന് കരുതി നമ്മൾ ഓരോ കാര്യങ്ങളും മാറ്റിവെക്കുമ്പോഴും അത് പ്രവർത്തിക്കാനുള്ള നമ്മുടെ സാഹചര്യത്തെയാണ്, അവസരത്തെയാണ് മാറ്റിവെക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സമയത്ത് തന്നെ നാം പ്രവർത്തിച്ചു തുടങ്ങുക. നാം സ്വപ്നം കാണുക. നമ്മുടെ ഉള്ളിലുള്ള ആ ഡ്രീമിലേക്ക് ഒരു പൊടിയെങ്കിലും, ഒരു പ്രോഗ്രസ് എങ്കിലും വരുത്താൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുക. എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും നേടണമെന്ന ലക്ഷ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നാം നേടുക തന്നെ ചെയ്യും. ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് വന്ന ഏറ്റവും പ്രായം ചെന്ന കോളേജ് ഗ്രാജുവേഷൻ നേടിയ വനിത എന്ന രീതിയിൽ ഗിന്നസ് ബുക്കിൽ പേര് വന്ന ഒരു വ്യക്തിയുണ്ട്. നോള ഓക്സി എന്ന അവർ തന്റെ 95-ാമത്തെ വയസ്സിലാണ് കോളേജ് ഗ്രാജുവേഷൻ നേടിയത്. ഇത് നേടി അവരോട് ആളുകൾ ചോദിച്ചു, എന്തേ ഇപ്പൊ ഇങ്ങനെ ഒരു ഗ്രാജുവേഷൻ എന്ന്? അവർ പറഞ്ഞ മറുപടി, എൻ്റെ ഉള്ളിൽ അത് നേടണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് നേടിയത് എന്ന്. അതുപോലെ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ പ്രായം ഒരു പ്രശ്നമല്ല, സാഹചര്യങ്ങൾ ഒരു പ്രശ്നമല്ല. നമ്മുടെ ഉള്ളിലുള്ള അത് നേടണമെന്ന ത്വര നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ ഏതു പ്രായത്തിലും, ഏത് സാഹചര്യത്തിലും, ഏത് പശ്ചാത്തലത്തിലും നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങാനും അത് നേടാനും കഴിയും. ഏഴാമത്തെ കാര്യം, യുവർ ലെഗസി ഈസ് വെയിറ്റിംഗ്. നമ്മുടെ ലെഗസി, നമ്മുടെ പാരമ്പര്യം, നാം ഇത്രയും കാലം ജീവിച്ച കാര്യങ്ങൾ, അത് നമ്മളെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ, അതിൽ നിന്ന് അനുഭവ പാഠത്തിൽ നിന്ന് പാഠം പഠിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ അത് നമ്മോട് കൂടെയുണ്ട്. നമ്മളുടേത് ജീവിതം ഒരു പുസ്തകം പോലെയാണ്. കഴിഞ്ഞ പാഠങ്ങളിൽ, കഴിഞ്ഞ പേജുകളിൽ ദുരനുഭവങ്ങൾ ഉണ്ടാകാം. കഴിഞ്ഞ പേജുകളിൽ നാം ആലോചിക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ പരാജയങ്ങളുടെ കഥകൾ ഉണ്ടാകാം. എന്നാൽ പേനയും നമ്മുടെ കയ്യിലാണ്, ബാക്കി പുസ്തകത്തിലെ പേജും നമ്മുടെ കയ്യിലാണ്. കഴിഞ്ഞ പേജുകളിൽ നാം എഴുതിയ കാര്യങ്ങൾ, നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ച കാര്യങ്ങളെ തിരുത്തി എഴുതി മനോഹരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ നമ്മുടെ കയ്യിൽ പേനയുണ്ട്, നമ്മുടെ കയ്യിൽ പുസ്തകമുണ്ട്. ഇനിയുള്ള ജീവിതം നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന്, നമ്മുടെ പ്രായം നമുക്ക് നൽകിയ അനുഭവ പാഠങ്ങളിൽ നിന്ന്, എക്സ്പീരിയൻസുകളിൽ നിന്ന് ഈ സമൂഹത്തിനും ഈ നാടിനും നമുക്കുമൊക്കെ അനുഗ്രഹമായ രീതിയിൽ, ഉപകാരപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയണം. അതിന് പ്രായം ഒരു തടസ്സമല്ല. അതുകൊണ്ട് പ്രായത്തെ ഒരു തടസ്സമായിക്കൊണ്ട്, അതൊരു എക്സ്ക്യൂസ് ആയിക്കൊണ്ട് നാം ഒരിക്കലും ഇരിക്കരുത്. അങ്ങനെ ഏതു പ്രായത്തിലും നമുക്ക് പ്രവർത്തിക്കാനുള്ള ഉള്ളിലൊരു സ്വപ്നവും ഒരു ത്വരയും ഒരു പ്രചോദനവും ഉണ്ടെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന ഉത്തമ വിശ്വാസത്തോടെ നാം ഇന്നു തന്നെ നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയുള്ള, പ്രോഗ്രസ്സിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക. വരുന്ന 2025 നമ്മുടെ ഒരു ഭാഗ്യവർഷമായി, അതിലൂടെ നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ നാടിന് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.